السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നഹാവന്ത് യുദ്ധം കഴിഞ്ഞു. മുസ്ലിങ്ങൾ പേർഷ്യൻ സൈന്യത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. സൈന്യത്തിൻ്റെ വിവരം കാത്ത് മദീനയിൽ ആകാംക്ഷയോടുകൂടി അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് ഒരു ദൂതൻ വരുന്നു, സന്തോഷ വാർത്ത അറിയിക്കുന്നു. അബ്ശിർ യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ സന്തോഷിക്കുക. നഹാവന്ത് യുദ്ധത്തിൽ അള്ളാഹു മുസ്ലിങ്ങൾക്ക് വിജയം നൽകിയിരിക്കുന്നു, പ്രതാപം നൽകിയിരിക്കുന്നു. ഷിർക്കിനെയും ഷിർക്കിൻ്റെ ആളുകളെയും അള്ളാഹു പരാജയപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അൻ-നുഅ്മാനു ബഅസക, നഹാവന്ത് യുദ്ധത്തിലെ അമീർ, ലീഡർ നുഅ്മാനാണോ നിങ്ങളെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്? അമീറുൽ മുഅ്മിനീൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു ഈ യുദ്ധത്തിൽ ഷഹീദായിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. കരഞ്ഞിട്ട് ചോദിച്ചു, വമൻ വൈഹക്, പിന്നെ ആരൊക്കെയാണ് ഈ യുദ്ധത്തിൽ ഷഹീദുകളായിട്ടുള്ളത്? അപ്പൊ ആ ദൂതൻ കുറച്ച് ആൾക്കാരുടെ പേരുകൾ എണ്ണി പറഞ്ഞു. പ്രശസ്തരായ അറിയപ്പെട്ട കുറച്ച് സ്വഹാബിമാരുടെ പേരുകൾ എണ്ണി പറഞ്ഞു, ഫുലാൻ വ ഫുലാൻ വ ഫുലാൻ വ ഫുലാൻ. എന്നിട്ട് ആ ദൂതൻ അതിൻ്റെ കൂടെ ചേർത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, അമീറുൽ മുഅ്മിനീൻ വേറെയും കുറച്ച് ആളുകളുണ്ട്, പക്ഷെ അവരെ നിങ്ങൾക്ക് പരിചയമില്ല, നിങ്ങൾക്ക് അവരെ അറിയുകയില്ല. അപ്പൊ കരഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ലാ യദുറുഹും അല്ലാ യഅരിഫുഹും ഉമർ, ഉമറിന് അവരറിയില്ല എന്നതുകൊണ്ട് അവർക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത്? ഉമറിന് അവരെ പരിചയമില്ല എന്നതുകൊണ്ട് അവർക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത്? ലാകിന്നല്ലാഹ യഅരിഫുഹും, അല്ലാഹുവിന് അവരറിയാമല്ലോ. പ്രിയപ്പെട്ടവരെ, ഉമർ റളിയല്ലാഹു അൻഹു നൽകുന്ന മറുപടി എത്ര സുന്ദരമാണ്, എത്ര മനോഹരമാണ് എന്ന് നമ്മൾ ആലോചിക്കുക. ഇന്ന് വൈകുന്നേരം മുതൽ നമ്മളിവിടെ ഇരിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇരുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇരുന്നത്? ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ തേട്ടം എന്തായിരുന്നു? അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വമ്പിച്ച കൂലിയും പുണ്യവും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയായിരുന്നോ നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരുന്നത് എന്ന് ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. ഹാറൂൺ റഷീദിൻ്റെ സൈന്യത്തിൽ 20,000 സൈനികർ, അവർ സൈനിക രജിസ്റ്ററിൽ ഒപ്പുവച്ചിരുന്നില്ല, അവർ ശമ്പളം കൈപ്പറ്റിയിരുന്നില്ല. ഇസ്ലാമിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ, ഞങ്ങളുടെ പരിശ്രമങ്ങൾ, അത് ഞങ്ങളും അള്ളാഹുവും മാത്രം അറിഞ്ഞാൽ മതി എന്ന ചിന്തയും മനസ്സുമായിരുന്നു ആ 20,000 സൈനികർക്കുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അതിനൊക്കെ മുമ്പ് എന്നോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ നിയ്യത്ത് നമ്മൾ നന്നാക്കണം. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, റുബ്ബ അമലിൻ സഗീരിൻ തുഅദ്ദിമുഹു നിയ്യ, എത്രയെത്ര ചെറിയ കർമ്മങ്ങളെയാണ് നിയ്യത്ത് വലുതാക്കിയത്. വറുബ്ബ അമലിൻ കബീർ തുസഗ്ഗിറുഹു നിയ്യ,
എത്രയെത്ര വലിയ വലിയ പരിശ്രമങ്ങളെയാണ് നീയത്ത് ചെറുതാക്കി കളഞ്ഞത്. അപ്പൊ ഈ ഒത്തുകൂടൽ അള്ളാഹുവിന് വേണ്ടിയിട്ടായിരുന്നു, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ടായിരുന്നു. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വമ്പിച്ച പുണ്യം നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, മരണമെന്ന കവാടത്തിനപ്പുറമുള്ള അനിഷേധ്യമായ യാഥാർത്ഥ്യങ്ങളെപ്പറ്റിയും അനുഭവങ്ങളെപ്പറ്റിയും കാഴ്ചകളെപ്പറ്റിയുമാണ് ഈ ഒരു ചെറിയ സമയത്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മുടെ മരണമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്താണ്? നമ്മുടെ മടക്കത്തെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഫീലിംഗ് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരുടെ കൂടെ ഇരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലൂടെ ഒരു മയ്യിത്ത് കൊണ്ടുപോകുന്നു. ആ കാഴ്ച കണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നിന്നു. അപ്പൊ കൗതുകത്തോടു കൂടി അത്ഭുതത്തോടു കൂടി കൂടെയുള്ള അനുചരന്മാർ ചോദിക്കുന്നുണ്ട്, നബിയെ, നിങ്ങൾ എന്തിനാണ് എഴുന്നേറ്റത്? അതൊരു ജൂതന്റെ മയ്യിത്തല്ലേ? അതൊരു യഹൂദിയുടെ മയ്യത്തില്ല. ആ മയ്യത്ത് കണ്ടിട്ട് നിങ്ങൾ എന്തിനാണ് എഴുന്നേറ്റത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അനുചരന്മാർക്ക് നൽകുന്ന മറുപടി, ഇന്നലിൽ മൗതി ഫസഅ. സഹാബ, തീർച്ചയായും മരണത്തിന് ഒരു നടുക്കമുണ്ട്. മരണം ഭീകരമായ, ഭയാനകമായ, പേടിപ്പെടുത്തുന്ന ഒരു സത്യമാണ്. നിങ്ങളുടെ മുന്നിലൂടെ ഒരു മയ്യത്ത് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ നിങ്ങൾ അശ്രദ്ധരായി ഇരിക്കാൻ പാടില്ല. നിങ്ങളുടെ മടക്കത്തെ പറ്റിയിട്ടും നിങ്ങളുടെ വേർപാടിനെ പറ്റിയിട്ടും നിങ്ങളുടെ മരണത്തെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്കിലില്ലേ? നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ട എത്ര വേർപാടുകളുണ്ട്. നമ്മൾ ഇന്നും ഇന്നലെയും മിനിയാന്നും വായിച്ച എത്ര മരണവാർത്തകളുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, 2-3 ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിന് അടുത്തുള്ള കല്ലടിക്കോട് എന്ന പ്രദേശത്ത് നിന്ന് നമ്മൾ കേട്ട വാർത്ത 8ാം ക്ലാസ് പഠിക്കുന്ന 4 പെൺകുട്ടികളുടെ മരണവാർത്തയാണ്. 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് എത്ര വയസ്സുണ്ടാകും? 14, 13 വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ മരണവാർത്തയാണ് നമ്മൾ കേട്ടത്. അവർക്ക് നമ്മളെക്കാളും പ്രായം കുറവാണ്. അതിനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ നിന്ന് നമ്മൾ കേട്ട മരണവാർത്തകൾ ആരുടേതാണ്? തലമുടിയൊക്കെ നരച്ച് തൊലി ചുക്കിച്ചുളിഞ്ഞ് വയോധികരായ വൃദ്ധരായ മനുഷ്യരുടേതല്ല. MBBS പഠിക്കുന്ന ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളുടേതാണ്. ചെറുപ്പക്കാരാണ്. നമ്മളെക്കാളും വലിയ സ്വപ്നങ്ങളും വലിയ കിനാവുകളും കണ്ടവരാണവർ. പ്രിയപ്പെട്ടവരെ, മലക്കുൽ മൗത്തും കൂട്ടരും അങ്ങനെയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നങ്ങളും നമ്മൾ നെയ്തുകൊണ്ടിരിക്കുന്ന കിനാവുകളും പൂർത്തിയാകുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് അവർ വരും. നമ്മളോട് സമ്മതം ചോദിക്കാതെ, നമ്മളോട് അനുവാദം ചോദിക്കാതെ നമ്മളെയും കൂട്ടിയിട്ടാണ് അവർ തിരിച്ചു പോവുക. ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. ആ മടക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? വിഭവങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? തിരിച്ചു പോകുമ്പോൾ കയ്യിൽ എന്താണ് നമ്മൾ കരുതിയിട്ടുള്ളത് എന്ന് ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുക. ഒരു ദിവസം രാത്രി 1 മണി സമയത്ത് എൻ്റെ മൊബൈലിലേക്ക് ഒരു കോള് വന്നു. എൻ്റെ ഉറ്റ ചങ്ങാതിയാണ് വിളിക്കുന്നത്. അപ്പം ആ സമയത്ത് കോള് കണ്ടാൽ നമുക്കൊരു ബേജാറുണ്ടാവുമല്ലോ. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അപ്പം അവൻ പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽ തൗഹീദ് അറിയാത്ത കുറച്ച് മനുഷ്യന്മാരുണ്ട്. അവരോട് എനിക്ക് തൗഹീദ് പറയണം. എൻ്റെ മനസ്സിൽ ചാരിറ്റിയുടെ കുറച്ച് പ്ലാനുകളുണ്ട്. അത് ധൃതിയിൽ പെട്ടെന്ന് മുന്നോട്ട് നീക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ഇത് പറയാനാണ് ഇപ്പോൾ ഈ രാത്രി നട്ടപ്പാതിരാക്കി വിളിച്ചത്. അവൻ വിളിച്ച ആ മാനസികാവസ്ഥയും അവൻ്റെ ഒരു മനസ്സും അവൻ പറഞ്ഞ വിഷയത്തിൻ്റെ പ്രാധാന്യവും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റിയില്ല. അപ്പം അവൻ്റെ മറുപടി എന്തായിരുന്നു വെച്ചാൽ, ഞാൻ പെട്ടെന്ന് മരിക്കുമെന്ന് എനിക്കിങ്ങനെ തോന്നുകയാണ്. എൻ്റെ മരണം അടുത്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ഞാൻ മരിക്കുന്നിങ്ങനെ എനിക്ക് ഫീൽ ചെയ്യാൻ. പ്രിയപ്പെട്ടവർ, ഇങ്ങനത്തെ തോന്നൽ നമുക്കുണ്ടാവാറില്ലേ? മരിക്കുന്ന ചില സമയത്തൊക്കെ പെട്ടെന്ന് എൻ്റെ മരണം ഉണ്ടാകുമെന്ന് നമുക്കും തോന്നാറുണ്ട്. ആ മരണത്തെ പറ്റിയിട്ട് എത്ര കൂടുതൽ നമ്മൾ ഓർക്കുന്നുവോ ആലോചിക്കുന്നുവോ
അത്രയധികം നമ്മൾ നമ്മുടെ റബ്ബിലേക്ക് അടുക്കും. നന്മകൾ വാരിക്കൂട്ടാൻ, പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ നമ്മൾ മത്സരിക്കും, നമ്മൾ പരിശ്രമിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, അയ്യുൽ മുഅ്മിനീന അഖിയസ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളാരാൻ? ഞങ്ങളുടെ കൂട്ടത്തിലെ ബുദ്ധിമാൻ ആരാൻ? അതിന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന മറുപടി, അക്സറുഹും ലിൽ മൗതി ദിക്റാ വ അഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദാ. മരണത്തെ ധാരാളമായിട്ട് ഓർക്കുകയും ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നന്നായിട്ട് ഒരുങ്ങുകയും ചെയ്യുന്നവരാണ്. നമ്മൾ ഓർത്തു നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുനിയാവിൽ എത്ര ലളിതമായിട്ടാണ് ജീവിച്ചത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ലാളിത്യത്തോടു കൂടിയാണ് ഈ ദുനിയാവിൽ കഴിഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരുപരുക്കൻ പായയിലാണ് കിടന്നത്. ആ പായയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്ത് പാടുകൾ വീണിട്ടുണ്ട്. ആ പാടുകൾ കണ്ട് നബിയുടെ അനുചരന്മാർ കരഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉമ്മ ആയിഷ ബീവി പറയാണ്, 2 മാസം ഞങ്ങളുടെ അടുപ്പിൽ തീ പുകയാറുണ്ടായിരുന്നില്ല. തുടർച്ചയായിട്ട് 2 മാസം പച്ചവെള്ളവും കാരക്കയും മാത്രം കഴിച്ചിട്ടാണ് നബിയും കുടുംബവും വിശപ്പടക്കിയിരുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുമ്പോൾ എന്താണ് ബാക്കി ഉണ്ടായിരുന്നത്? നബി മരിക്കുമ്പോൾ നബിയുടെ പടയങ്കി ജൂതന്റെ കയ്യിൽ പണയത്തിലാണ്. കുടുംബത്തിന് പശിയടക്കാനുള്ള, വിശപ്പടക്കാനുള്ള 30 സ്വാ ഗോതമ്പിന് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പണയം വെച്ചിരിക്കുന്നു. വിശന്നിട്ട് രാത്രി ഉറക്കം കിട്ടാതെ പുറത്തിറങ്ങി നടക്കുന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബിയുടെ ഭാര്യമാരും നമ്മുടെ ഉമ്മമാരും കഴിഞ്ഞത് മദീന പള്ളിയുടെ തൊട്ടടുത്താണ്. അതാണ് അൽ ഹുജുറാത്ത്. സൂറത്തു അൽ ഹുജുറാത്തിലൂടെ 49-ാമത്തെ അധ്യായത്തിലൂടെ ആ അറകളെ പറ്റിയിട്ട് ഖുർആൻ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അത് മദീന പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന മുറികളാണ്, അറകളാണ്. അബ്ദുൽ മലിക് ഇബ്നു മർവാന്റെ കാലത്താണ് ആ അറകൾ പൊളിച്ചു മാറ്റി മദീന പള്ളി ഒന്നുകൂടി വിശാലമാക്കുന്നത്. സഈദ് ഇബ്നു മുസയ്യിബ് റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ആ അറകൾ പൊളിച്ചു നീക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ മദീനയിൽ വരുന്ന ആളുകൾക്ക് ഉത്ബോധനമായിക്കൊണ്ട്, ഓർമ്മപ്പെടുത്തലായിക്കൊണ്ട് ആ അറകൾ തന്നെ മതിയാകുമായിരുന്നു എന്നാണ്. കാരണം ലോകത്തിൻ്റെ നേതാവ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ലളിതമായിട്ടാണ് ഈ ദുനിയാവിൽ ജീവിച്ചത് എന്ന് ആ അറകൾ നമ്മളോട് പറയുന്നുണ്ട്. ദുനിയാവ് ചെറുതാണ്, നിസാരമാണ്, വളരെ ചുരുങ്ങിയതാണ് എന്ന് ജീവിതം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. നിങ്ങൾ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുക മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്, അങ്ങനെ ജീവിച്ച് കാണിച്ചു തരിക കൂടിയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നമ്മൾ മരിക്കുന്നതോടുകൂടി ഇതുവരെ നമ്മൾ ഓടിയതും നമ്മൾ കഷ്ടപ്പെട്ടതും നമ്മൾ വാരിക്കൂട്ടിയതൊക്കെ വേറെ ആരുടേതൊക്കെ ആയി മാറുകയാണ്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആലയുടെ അരികിലേക്ക് ഫത്വ ചോദിച്ചുകൊണ്ട് ഒരു പെണ്ണ് വരുന്നുണ്ട്. ആ പെണ്ണ് പറഞ്ഞത്, ഞാൻ എൻ്റെ ഉപ്പാന്റെ വീട്ടിലേക്ക് പോയാൽ എന്നെ ത്വലാക്ക് ചൊല്ലുമെന്നാണ് എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ വാപ്പാന്റെ വീട്ടിൽ കയറിയാൽ എന്നെ ത്വലാക്ക് ചൊല്ലുമെന്നാണ് എൻ്റെ പുതിയാപ്പിള പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ ഉപ്പ മരിച്ചിട്ടുണ്ട്, എനിക്കെൻ്റെ ഉപ്പയുടെ മയ്യിത്ത് കാണണം, എനിക്കെൻ്റെ ഉപ്പയുടെ ജിനാസ കാണണം. എനിക്കെൻ്റെ ഉപ്പാൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? വാപ്പാൻ്റെ പെരേക്ക് കയറിയാൽ പുതിയാപ്പിള ത്വലാക്ക് ചൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യും? ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആല അതിന് നൽകുന്ന വളരെ ചിന്തനീയമായൊരു മറുപടി ഉണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് ആ വീട്ടിലേക്ക് പോയിക്കൊള്ളുക. നിങ്ങളുടെ വാപ്പാന്റെ വീട്ടിൽ കയറിയാൽ നിങ്ങൾ ത്വലാക്ക് ചൊല്ലുന്നല്ലേ പറഞ്ഞത്. അതിപ്പോൾ നിങ്ങളുടെ ഉപ്പയുടെ വീടല്ല, അനന്തരാവകാശികളുടേതാണ്. അത് ഉപ്പാന്റെ അവകാശത്തിലുള്ള വീടല്ല. ഞാൻ പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിക്കുന്നതോടുകൂടി, നമ്മുടെ ശ്വാസം നിലക്കുന്നതോടുകൂടി, ഇന്ന് വരെ നമ്മൾ കിടന്ന കട്ടിലിൽ നാളെ മറ്റൊരാൾ വരികയാണ്. നമ്മൾ ഇരുന്ന ഓഫീസ് മുറിയിൽ പുതിയ സ്റ്റാഫ് എത്തി, നമ്മുടെ ക്ലിനിക്കിൽ പുതിയ ഡോക്ടർ എത്തി, നമ്മുടെ ക്ലാസ് മുറിയിൽ നമ്മുടെ കൂട്ടുകാർ വീണ്ടും ഒരുമിച്ചിരിക്കും, അവിടെ പൊട്ടിച്ചിരികൾ ഉണ്ടാകും. നമ്മുടെ കുടുംബക്കാർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, അവർ തമാശകൾ പറയും. പക്ഷേ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താണ്?
പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്ര എങ്ങനെയാണ്? ഖബർസ്ഥാനിലെ മൂകതയും ഭീകരമായ നിശബ്ദതയും നമ്മളെ പലതും പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരുടെ കൂടെ ഒരു യാത്രയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കോവർ കഴുത പുറത്താണ് യാത്ര ചെയ്യുന്നത്. ബനൂ നജാറുകാരുടെ തോട്ടത്തിനരികിലെത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കോവർ കഴുത അത് പേടിച്ച് വിരണ്ടിരിക്കുന്നു. ആ കഴുതപ്പുറത്തുനിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ താഴെ തള്ളിയിടാനൊക്കെ അത് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അവിടെ ഒരു 4-5 ഖബറുകളുണ്ട്. അല്ലെ, മനുഷ്യന്മാരറിയാത്തത് പലതും മൃഗങ്ങൾ അറിയുന്നുണ്ട്, മൃഗങ്ങൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പൂവൻ കോഴി കൂവുന്നത് കേട്ടാൽ നിങ്ങൾ അതിനെ ചീത്ത പറയരുത്, നിങ്ങൾ അള്ളാഹുവിന്റെ ഔദാര്യത്തെ ചോദിക്കുക. ഫഇന്നഹാ റഅത് മലക, അത് മലക്കിനെ കണ്ടിട്ടുണ്ട്. ഒരു കഴുത കരയുന്നത് കണ്ടാൽ ഫതഅവ്വദു ബില്ലാഹി മിനശ് ശൈത്താൻ, ശൈത്താനിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് അഭയം ചോദിക്കണം. ഫഇന്നഹാ റഅത് ശൈത്താന, അത് ശൈത്താനെ കണ്ടിട്ടുണ്ട് എന്നാണ്. അപ്പൊ മനുഷ്യന്മാർ കാണാത്തത് പലതും മൃഗങ്ങൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള അനുചരന്മാരോട് ചോദിച്ചു, മൻ യഅരിഫു അസ്ഹാബ ഹാദിഹിൽ അക്ബർ, ഇവിടെ കിടക്കുന്ന ഈ ഖബറിലുള്ള മനുഷ്യന്മാരെ ആർക്കാണ് പരിചയമുള്ളത്? ഇത് ആരുടെ ഖബറുകളാണ് എന്ന് നിങ്ങൾക്കറിയുമോ? അപ്പൊ കൂട്ടത്തിലുള്ള ഒരു സഹാബി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ, എനിക്കറിയാം, എനിക്ക് പരിചയമുള്ള ആളുകളുടെ ഖബറുകളാണിത്. മത്താ മാതു, അവരെപ്പോഴാണ് മരിച്ചത്? മാതു ഫിൽ ഇഷ്റാഖ്, നബിയെ, അവർ ജാഹിലിയത്തിൽ മരിച്ചവരാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരെ പഠിപ്പിക്കുകയാണ്, ഇന്ന ഹാദിഹിൽ ഉമ്മ തുബ്തല ഫീ ഖുബൂരിഹാ, തീർച്ചയായും ഈ ഉമ്മത്ത് ഖബറിൽ പരീക്ഷിക്കപ്പെടും, അവർക്ക് ഖബറിൽ ശിക്ഷയുണ്ട്. ഫലൗലാ അല്ലാ തദാഫനൂ ലദഅഉതു അല്ലാഹ അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബ്രിൽ ലദീ അസ്മഉ മിൻഹു, നിങ്ങൾ മറമാടുകയില്ല എന്ന പേടിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ കേൾക്കുന്ന ഖബറിന്റെ ശിക്ഷയുടെ ശബ്ദം നിങ്ങളെയും കേൾപ്പിക്കുവാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് പേടിയാണ്, എനിക്ക് ബേജാറാണ്. ഉപ്പ മരിച്ചാൽ, ഉമ്മ മരിച്ചാൽ മക്കൾ ഖബറിൽ കൊണ്ടുപോയി വെക്കുകയില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ ഖബറടക്കുകയില്ല. പേടിച്ചിട്ട് ബേജാറായിട്ട് ഖബറിന്റെ ശിക്ഷയുടെ ശബ്ദം നിങ്ങൾ കേട്ടാൽ അതാണ് സംഭവിക്കുക. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കാത്തതെന്നാണ്. പ്രിയപ്പെട്ടവർ, അതെന്തൊരു ഓർമ്മപ്പെടുത്തലാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ താക്കീദിന്റെ തീവ്രത എത്രയാണ്. അപ്പൊ മരണത്തിന് ശേഷമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിചാരിക്കുന്നതോ നമ്മൾ സങ്കല്പിക്കുന്നതോ നമ്മൾ കണക്ക് കൂട്ടുന്നതോ ഒന്നും അല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് മലക്കുകൾ ഇറങ്ങി വരുന്ന ഒരു രംഗം ആലോചിച്ച് നോക്കി നിങ്ങൾ. ജീവിതത്തിൽ അന്നുവരെ നമ്മൾ കാണാത്ത കാഴ്ചകൾ നമ്മൾ അവിടെ മുതൽ കണ്ടു തുടങ്ങുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു നല്ല മനുഷ്യനാണെങ്കിൽ ആകാശത്തു നിന്ന് മലക്കുകൾ ഇറങ്ങി വരും, പ്രകാശിക്കുന്ന മുഖമായിരിക്കും അവർക്കുണ്ടാവുക. വമഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന, അവരുടെ കയ്യിൽ സ്വർഗത്തിൽ നിന്നുള്ള കഫൻ പുടവയുണ്ടാകും. അവർ സന്തോഷ വാർത്ത അറിയിക്കും, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനമടഞ്ഞ ആത്മാവേ, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങുക. തൃപ്തിപ്പെട്ടവനായിക്കൊണ്ട് തൃപ്തിപ്പെട്ട നിലയിൽ നിങ്ങൾ മടങ്ങുക. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. പ്രിയപ്പെട്ടവരെ, മലക്കുകളുടെ ആ സുവിശേഷം കേൾക്കാനുള്ള യോഗ്യതയും അർഹതയും നമുക്കുണ്ടോ? ഇന്നുവരെയുള്ള ജീവിതം വിലയിരുത്തി നമ്മളെ പ്രതിക്കൂട്ടിൽ നിർത്തി നമ്മൾ വിചാരണ ചെയ്യുക. ആ സന്തോഷ വാർത്ത കേൾക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകുമോ? ഒരു ചീത്ത മനുഷ്യനാണെങ്കിൽ കറുത്ത മുഖമുള്ള മലക്കുകളാണ് ഇറങ്ങി വരുന്നത്. അവരുടെ കൂടെ നരകത്തിൽ നിന്നുള്ള കരിമ്പടകളുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നല്ലൊരു മനുഷ്യന്റെ റൂഹ് ആ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നത് കമാ തസീലുൽ ഖതറതു മിൻ ഫീ സിഖാ, ഒരു കൂജയുടെ വായിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് പുറത്തേക്ക് വരുന്നാൻ. ഒരു ചീത്ത മനുഷ്യനാണെങ്കിലോ ഒരു നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ നിന്ന് കൊളുത്തുള്ള കമ്പികൾ വലിച്ചെടുക്കുന്നത് പോലെയാണ് മലക്കുകൾ ആ മനുഷ്യന്റെ റൂഹിനെ പുറത്തെടുക്കുക. ആ രണ്ടു മരണവും തമ്മിൽ നമ്മളൊന്ന് താരതമ്യം ചെയ്തു നോക്കുക.
ആ രണ്ട് മരണങ്ങളും തമ്മിലുള്ള അന്തരം എത്രയാണ് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. നമ്മുടെ റൂഹിനെ പിടിച്ചു കഴിഞ്ഞാൽ മലക്കുൽ മൗത്തും കൂട്ടരും ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങുമ്പോൾ നമ്മുടെ കണ്ണുകൾ ആ റൂഹിനെ പിന്തുടരും. ഇദാ ഖുബിദ റൂഹു ഇത്തബഅഹുൽ ബസർ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മയ്യിത്തിന്റെ കണ്ണുകൾ നിങ്ങൾ അടച്ചു കൊടുക്കണം. റൂഹിനെ പിടിച്ചു കഴിഞ്ഞാൽ ആ റൂഹുമായിട്ട് മലക്കുകൾ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങുമ്പോൾ നമ്മുടെ കണ്ണുകൾ ആ റൂഹിനെ പിന്തുടരും. അതാണ് കണ്ണ് തുറന്നിങ്ങനെ മയ്യിത്ത് കിടക്കുന്നത്. ആ കണ്ണുകൾ നിങ്ങൾ അടച്ചു കൊടുക്കണം. പിന്നീട് ആരെങ്കിലും നമ്മുടെ വസ്ത്രം അഴിക്കും, അവർ നമ്മളെ കുളിപ്പിക്കും, അവർ നമ്മളെ കഫൻ പൊതിയും. മയ്യിത്ത് കട്ടിലിൽ വെച്ച് അവർ നമ്മളെയും കൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെടും. ആ മയ്യിത്ത് കട്ടിലുള്ള യാത്ര അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ഒരു നല്ല മയ്യിത്ത് ആ മയ്യിത്ത് കട്ടിലിൽ കിടന്ന് പറയും, വിളിച്ചു പറയും, ഖദ്ദിമൂനി ഖദ്ദിമൂനി, നിങ്ങൾ എന്നെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോകൂ, ഒന്ന് ധൃതി കാണിക്കൂ, നിങ്ങളൊന്ന് വേഗത്തിൽ നടക്കൂ. ആ മയ്യിത്ത് വിളിച്ചു പറയും. ഞാൻ ഒരു ചീത്ത മയ്യിത്താണെങ്കിൽ ആ മയ്യിത്ത് കട്ടിലിൽ കിടന്ന് ആർത്തു കരയും, യാ വൈലഹാ ഐന തദ്ഹബൂന ബി, യാ വൈലഹാ ഐന തദ്ഹബൂന ബി, എന്റെ നാശമേ നിങ്ങൾ എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്ന് ആ മയ്യിത്ത് വിലപിക്കുമെന്നാണ്. ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികൾക്കും അത് കേൾക്കാൻ കഴിയും, മനുഷ്യന്മാർക്ക് അത് കേൾക്കാൻ പറ്റൂല. ലൗ സമിഅൽ ഇൻസാൻ ലസഇഖ, മനുഷ്യനെങ്ങാനും അത് കേട്ടിരുന്നുവെങ്കിൽ അവൻ ബോധം കെട്ട് വീഴുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് നബി പറഞ്ഞത്, അസ്രിഉ ബിൽ ജിനാസ, ജിനാസയുടെ കാര്യത്തിൽ നിങ്ങൾ ധൃതി കാണിക്കണം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ ഇങ്ങനെ വീട്ടിൽ വെച്ച് ഇരിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു രീതിയാണ്, വാപ്പ മരിച്ചിട്ടുണ്ടാകും, 2-3 ദിവസം ഫ്രീസറിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്താണ്, അമേരിക്കയിൽ നിന്ന് മൂത്ത മകൻ വരാനുണ്ട്, ഓസ്ട്രേലിയയിൽ നിന്ന് വേറൊരാളുണ്ട്, സൗദിയിൽ നിന്നും ഖത്തറിനൊക്കെ ആൾക്കാർ വരാനുണ്ട്, ഓരെ കാത്തിരിക്കുകയാണ്. അത് ചെയ്യാൻ പാടില്ല. ആ മയ്യത്തിനോടുള്ള അനാദരവാണ്. ആ മയ്യത്തിന് അള്ളാഹു നല്ല സൗകര്യങ്ങളും സുഖങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഖബറിലെങ്കിൽ അയാളത് പെട്ടെന്ന് ആസ്വദിക്കട്ടെ, പെട്ടെന്ന് അനുഭവിക്കട്ടെ. ഇനി അതല്ലതൊരു ചീത്ത മയ്യിത്താണെങ്കിൽ എന്തിനാണ് നിങ്ങൾ ആ ഭാരം നിങ്ങളുടെ പെരടിയിൽ കെട്ടിവെക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് മയ്യിത്തിന്റെ കാര്യത്തിൽ പെട്ടെന്ന് ധൃതി കാണിക്കണം, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം. ഇമാം അൽബാനി റഹിമഹുല്ലാഹു തആല അവസാനം തൻ്റെ കൂടെയുള്ള ആളുകൾക്ക് എഴുതി കൊടുക്കുന്ന 3 പേജുകളിലുള്ള ഒരു വസിയ്യത്തുണ്ട്. ആ വസിയ്യത്തിൽ അദ്ദേഹം എഴുതി ചേർത്തൊരു വരി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മരണവാർത്ത നിങ്ങൾ ദൂരെ ദേശങ്ങളിലുള്ള കുടുംബക്കാരെ അറിയിക്കേണ്ടതില്ല, നാട്ടിലില്ലാത്ത ബന്ധുക്കളെ അറിയിക്കേണ്ടതില്ല. കാരണം ആ മരണവാർത്ത കേട്ട് അവർ വരുന്നത് കാത്തു നിന്നാൽ എൻ്റെ മരണാനന്തര ചടങ്ങുകൾ വൈകും, അതുണ്ടാകാൻ പാടില്ല. മരിക്കുന്ന സമയത്തും അവർക്ക് സുന്നത്തിനോടുള്ള സ്നേഹമാണ് നമ്മൾ കാണുന്നത്. അസ്രിഉ ബിൽ ജിനാസ, ജിനാസയുടെ കാര്യത്തിൽ നിങ്ങൾ ധൃതി കാണിക്കണമെന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പാലിക്കാനുള്ള ആവേശമാണ് ഇമാം അൽബാനി റഹിമഹുല്ലാഹു തആലയുടെ അവസാനത്തെ വസിയ്യത്തിൽ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ഖബറിൽ ചോദ്യമുണ്ട്, ആ ഖബറിൽ ശിക്ഷയുണ്ട്. وإن رسول الله للخلق شافع وكل في عذاب القبر حق موضح. ഖബറിലെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്, അത് റൂഹും ശരീരവും ഒരുപോലെ അനുഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ നിസ്കാരത്തിന്റെയും അവസാനത്തിൽ ഖബറിലെ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം ചോദിച്ചത്. ബുദ്ധി കൊണ്ട് ദീനിനെ അളക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്. ഒരു ചോദിക്കുക, ലോക്കപ്പിൽ മർദ്ദനുണ്ടോ? ഞാൻ ഖബറിൽ എങ്ങനെയാണ് ശിക്ഷ ഉണ്ടാവുക? ഞങ്ങൾ ഖബർ തുറന്നു നോക്കിയാൽ അവിടെ ആരും ശിക്ഷിക്കപ്പെടുന്നത് ഞങ്ങൾ കാണുന്നില്ലല്ലോ. ഞാൻ കണ്ണുകൊണ്ട് കണ്ടതും ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കുന്നതും മാത്രമേ ദീനായിട്ട് ഒരാൾ അംഗീകരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ദീൻ ഉൾക്കൊള്ളാൻ പറ്റുമോ? ഇപ്പൊ ഈ ലോക്കപ്പിൽ മർദ്ദനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കാഫിറുകളായ മനുഷ്യന്മാരുടെ റൂഹിനെ പിടിക്കുന്ന രംഗം ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, അവരുടെ മുഖങ്ങളിലും അവരുടെ മുതുകിലുമൊക്കെ മലക്കുകൾ പ്രഹരിക്കുന്നുണ്ട്, തല്ലുന്നുണ്ട്. ആ റൂഹ് പുറത്തേക്ക് വരൂല, തല്ലിയിട്ട് പുറത്തെടുക്കുകയാണ്. അപ്പൊ ലോക്കപ്പിലല്ല, അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെ അടി ഇടിയൊക്കെ നടക്കുന്നുണ്ട്. സൂറത്തു അൽ ബഖറയിലെ ആദ്യ പേജ് ഹിഫ്ളില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എന്താണ് അവിടെ അള്ളാഹു പറയുന്നത്? അലിഫ് ലാം മീം അദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ആരാണ് മുത്തഖീങ്ങൾ?
അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. ഗൈബ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണുകൊണ്ട് കാണുന്നതാ. കണ്ണുകൊണ്ട് കണ്ടത് മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ മലക്കുകൾ കാഫറുകളായ മനുഷ്യന്മാരെ തല്ലുന്നുണ്ട്, ഇടിക്കുന്നുണ്ട് എന്നൊക്കെ ഖുർആൻ പറയുന്നു. അതാരെങ്കിലും കണ്ണുകൊണ്ട് കാണുന്നുണ്ടോ? അപ്പൊ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് അങ്ങനെ മനസ്സിലാക്കുന്നതേ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റൂല. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ളതാണ്. നരകവും സ്വർഗവും സത്യമാണ്. സ്വർഗക്കാരൊക്കെ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ, നരകക്കാരൊക്കെ നരകത്തിലെത്തിക്കഴിഞ്ഞാൽ അള്ളാഹു ഒരു ആടിന്റെ കോലത്തിൽ മരണത്തെ കൊണ്ടുവരുമെന്നാണ്. എന്നിട്ട് സ്വർഗക്കാരൊക്കെ വിളിക്കും, യാ അഹ്ലൽ ജന്ന. അപ്പൊ അവരൊക്കെ ഇങ്ങനെ കഴുത്ത് നീട്ടി നോക്കും. നരകക്കാരെ വിളിക്കും, യാ അഹ്ലന്നാർ. അപ്പൊ നരകക്കാരും കഴുത്ത് നീട്ടി നോക്കും. അവരൊരു ആടിനെ കാണുന്നുണ്ട്, കറുപ്പും വെളുപ്പും നിറത്തിലുള്ള ഒരു ആട്. അവരോട് ചോദിക്കും, ഹൽ തഅരിഫൂന ഹാദാ, ഇതെന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറയും, അൽ മൗത്ത്, അത് മരണാണ്. നമ്മളെല്ലാവരും മരിക്കും, മരണമെന്ന യാഥാർത്ഥ്യത്തെ ആരും നിഷേധിക്കുന്നില്ല. പക്ഷെ ആ ഒരു പ്രതിഭാസത്തെ ഒരു രൂപത്തിൽ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ആഖിറത്തിൽ അള്ളാഹു അതിനൊരു കോലം കൊടുക്കുന്നതാണ്, ഒരു ആടിന്റെ കോലം. എന്നിട്ട് അവിടെ വെച്ച് നരകക്കാരും സ്വർഗക്കാരും നോക്കി നിൽക്കെ ആ ആടിനെ അറുക്കപ്പെടും. എന്നിട്ട് സ്വർഗക്കാരോട് പറയും, ഖുലൂദ് ഫലാ മൗത്ത്, ഇനി നിങ്ങൾ കാലാകാലം സ്വർഗത്തിലാണ്, ഇനി നിങ്ങൾക്ക് മരണമില്ല. നരകക്കാരോടും പറയും, ഖുലൂദ് ഫലാ മൗത്ത്, ഇനി കാലാകാലം നിങ്ങൾക്ക് കഴിയാനുള്ളത് നരകത്തിലാണ്, നിങ്ങൾക്ക് മരണമില്ല. പ്രിയപ്പെട്ടവരെ, മരണമില്ലാത്ത ജീവിതമാണ് നരകവും സ്വർഗം എന്ന് പറഞ്ഞാൽ. സ്വർഗം ഒരിക്കലും മടുക്കൂലല്ലോ. നിങ്ങൾ ആലോചിക്കുക, ജീവിതകാലം മുഴുവൻ ഒരിക്കലും അവസാനിക്കാത്ത അറ്റമില്ലാത്തൊരു ജീവിതമാണ് സ്വർഗത്തിലുള്ളത്. പക്ഷെ സ്വർഗത്തിൽ ആർക്കെങ്കിലും മടുപ്പുണ്ടാകുന്നുണ്ടോ? സ്വർഗത്തെ പറ്റി പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞു, മാല ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. അതൊരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ മനസ്സിലും ഇന്നുവരെ ഒരാളും ആ ലോകം വരച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം കണ്ടിട്ടില്ലേ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമ സ്വർഗത്തിലായിരുന്നില്ലേ? ഹവ്വാ ബീവി സ്വർഗത്തിലായിരുന്നില്ലേ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ സ്വർഗം കണ്ടിട്ടില്ലേ? പിന്നെ എന്താണ് അള്ളാഹു പറഞ്ഞതിന്റെ ഉദ്ദേശം? ഒരു കണ്ണും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഒരു കാതും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, സ്വർഗം മുഴുവനായിക്കൊണ്ടും ഒരു സൃഷ്ടിയും കണ്ടിട്ടില്ല. ജിബ്രീലും കണ്ടിട്ടില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കണ്ടിട്ടില്ല, ആദം നബിയും കണ്ടിട്ടില്ല, ഹവ്വാ ബീവിയും കണ്ടിട്ടില്ല, ഒരാളും കണ്ടിട്ടില്ല. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത് അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ ഇങ്ങനെ അപ്ഡേഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കാലാകാലം ജീവിക്കാനുള്ള ഒരു ഇടം എങ്ങനെ ഒരുക്കണമെന്ന്, എങ്ങനെ സംവിധാനിക്കണമെന്ന് അള്ളാഹുവിന് അറിയാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗത്തിൽ ഒരു അങ്ങാടിയുണ്ട്. എല്ലാ ആഴ്ചയും സ്വർഗക്കാര അങ്ങാടിയിൽ ഒരുമിച്ച് കൂടുന്നുണ്ട്. ആ സമയത്ത് ഒരു കാറ്റടിച്ചു വീശും. അത് അവരുടെ വസ്ത്രത്തിലും ശരീരത്തിലും തട്ടിത്തലോടിപ്പോകും. ആ കാറ്റോടുകൂടി സ്വർഗക്കാരുടെ സൗന്ദര്യം വർദ്ധിക്കുന്നതാണ്. അവർ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ വീട്ടിലുള്ളവർ പറയും, നിങ്ങളുടെ സൗന്ദര്യമൊക്കെ വർദ്ധിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ വീട്ടിലുള്ളവരുടെ സൗന്ദര്യവും വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ സ്വർഗത്തിൽ നിന്ന് അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മടുക്കൂല, മടുപ്പില്ലാത്ത വിധത്തിലാണ് അള്ളാഹു ആ ലോകം ഒരുക്കിയിട്ടുള്ളത്. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത്, അവൻ യാത്രയെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഈ അടുത്ത് അവൻ ലക്ഷദ്വീപിൽ പോയിരുന്നു. ലക്ഷദ്വീപ് പോകണം എന്നുള്ളത് അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ലക്ഷദ്വീപ് പോയി. അവിടുന്ന് വിളിച്ചു. അപ്പൊ വിളിച്ചപ്പോൾ ചോദിച്ചു, എങ്ങനെയുണ്ട് നിന്റെ യാത്ര, നീ കണ്ട ദ്വീപ്? അപ്പൊ അവൻ പറഞ്ഞെന്താ വെച്ചാൽ, ഒരാഴ്ച നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും, ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മടുക്കും. എന്നും കണ്ട കാഴ്ചകൾ നമുക്ക് കുറെ കാലമൊന്നും അവിടെ മടുപ്പില്ലാതെ കഴിയാൻ പറ്റൂല എന്നാണ്. പക്ഷെ സ്വർഗത്തെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരിക്കലും അവസാനിക്കാത്ത ആ ലോകം മടുപ്പില്ലാതെ മുഷിപ്പില്ലാതെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ ഏറ്റവും വലിയ അനുഭൂതി എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ റബ്ബിനെ കാണൽ തന്നെയാണ്. സ്വർഗക്കാരൊക്കെ സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം അള്ളാഹു അവരോട് സംസാരിക്കും.
അതുരീദൂന ശൈഅൻ അസീദുക്കും, ഇനി ഞാൻ എന്താണ് നിങ്ങൾക്ക് അധികമായി നൽകേണ്ടത്? അവർ പറയും അലം തുബയ്യിദു വുജൂഹന, അല്ലാഹുവേ നീ ഞങ്ങളുടെ മുഖം പ്രകാശിപ്പിച്ചില്ലേ, വതുദ്ഖിൽനൽ ജന്ന, നീ ഞങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ, വതുനജ്ജിനാ മിനന്നാർ, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ മോചിപ്പിച്ചില്ല റബ്ബേ, ഇനി ഇതിനപ്പുറം ഞങ്ങൾക്ക് എന്താണ്? ഫയക്ഷിഫുൽ ഹിജാബ്, ആ സമയത്ത് അള്ളാഹു പ്രകാശം കൊണ്ടുള്ള അള്ളാഹുവിന്റെ ഹിജാബ് നീക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മുടെ റബ്ബിനെ കാണും. 14-ാം രാവിലെ ചന്ദ്രനെ ചൂണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ. സഹാബ, ഈ 14-ാം രാവിലെ ചന്ദ്രനെ നിങ്ങൾ കാണുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കാണാൻ കഴിയും. വകുൽ യതജല്ലല്ലാഹു ലിൽ ഖൽഖി ജഖറതൻ കമൽ ബദ്റു ലാ യഖ്ഫാ വറബ്ബുക ഔദഹു. ആ അനുഭൂതിയെ പറ്റിയിട്ട് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഫമാ ഉഅതു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദരി ഇലാ റബ്ബിഹിം അസ്സ വജൽ. അള്ളാഹുവിന്റെ മുഖത്തേക്ക് നോക്കുക എന്നതിനേക്കാളും സന്തോഷമുള്ള ഒരു അനുഭവവും ഒരു അനുഭൂതിയും സ്വർഗത്തിൽ ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല. നമുക്കെല്ലാം നൽകിയ റബ്ബിനെ നമ്മൾ കാണും. നമ്മൾ ഓതുന്ന ഖുർആനിന്റെ വചനങ്ങൾ ആ റബ്ബിന്റെ സംസാരമാണ്. ആ സംസാരത്തിന്റെ ഉടമയെ നമ്മൾ കാണും. സുജൂദിൽ കിടന്ന് നമ്മൾ കരഞ്ഞതും പ്രാർത്ഥിച്ചതും ആ റബ്ബിനോടാണ്. ആ റബ്ബിനെ നമ്മൾ കാണും. നമുക്ക് കണ്ണും കാതും നൽകിയവൻ ആ റബ്ബാൻ. നമുക്ക് ഈ ദീനിന്റെ വെളിച്ചം നൽകിയവൻ അവനാൻ. പ്രിയപ്പെട്ടവരെ, ആ റബ്ബിനെ കണ്ടുമുട്ടാൻ, സ്വർഗത്തിലെത്താൻ ഇപ്പോഴുള്ള കർമ്മങ്ങളും പരിശ്രമങ്ങളും മതിയോ എന്ന് ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക. ഏറ്റവും അവസാനമായിട്ട് സ്വർഗത്തിലേക്ക് വരുന്നൊരു മനുഷ്യനെ പറ്റിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അയാള് സിറാത്തിൽ തപ്പിത്തടഞ്ഞിട്ടാണ് നടന്നു വരുന്നത്. ഒരു വിധമാണ് അയാൾ സിറാത്ത് കടന്നത്. സിറാത്ത് കടന്ന് നരകം അയാളുടെ പിന്നിലായി എന്ന് ഉറപ്പായപ്പോൾ ആ മനുഷ്യൻ പറയാണ്, തബാറകല്ലദീ നജ്ജാനി മിൻക, ഈ നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ അള്ളാഹു എത്ര ഉന്നതനാണ്. എന്നിട്ട് ആ മനുഷ്യന്റെ മുമ്പിൽ ഒരു മരം പ്രത്യക്ഷപ്പെടുമെന്നാണ്. നല്ല ഭംഗിയുള്ള ഒരു മരം. അതിൻ്റെ അടുത്ത് ഒരു വെള്ളത്തിന്റെ തടാകവുമുണ്ട്. അപ്പൊ ആ മനുഷ്യൻ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, എന്നെ നീ ആ മരത്തിന്റെ അരികിലേക്കൊന്ന് കൊണ്ടുപോകണം. എനിക്ക് ആ മരത്തിന്റെ തണലിൽ ഒന്ന് വിശ്രമിക്കണം. അവിടെ നിന്ന് എനിക്ക് വെള്ളം കുടിക്കണം. അപ്പൊ അള്ളാഹു ചോദിക്കും, ആ മരത്തിന്റെ അരികിലേക്ക് പോയാൽ നീ അടുത്തൊരു മരം കണ്ടാൽ അങ്ങോട്ടും പോകണം എന്ന് നീ പറയില്ലേ? ഇല്ല, ഞാൻ ഇനി അങ്ങനത്തെ ഒന്നും ചോദിക്കൂല. എനിക്ക് ആ മരത്തിന്റെ അരികിലെത്തിയാൽ മതി, അതിന്റെ തണലിൽ ഇരുന്നാൽ മതി, അവിടെ നിന്ന് വെള്ളം കുടിച്ചാൽ മതി. ആ മനുഷ്യന്റെ അക്ഷമ കണ്ട് അള്ളാഹു ആ മനുഷ്യനെ ആ മരത്തിന്റെ തണലിലേക്ക് കൊണ്ടുപോകും. അയാൾ ആ മരത്തണലിൽ ഇരിക്കും, വിശ്രമിക്കും, അവിടെ നിന്ന് വെള്ളം കുടിക്കും. കുറച്ച് കഴിയുമ്പോഴാണ് കുറച്ച് അപ്പുറത്ത് വേറൊരു മരം അയാൾ കാണുന്നത്. ആദ്യം കണ്ട മരത്തിനേക്കാളും ഭംഗിയുള്ള മനോഹരമായൊരു മരം. അതിൻ്റെ അടുത്തും വെള്ളമുണ്ട്. അപ്പൊ ഈ മനുഷ്യൻ പറയും, അള്ളാഹു, എനിക്ക് ആ മരത്തിന്റെ അരികിലേക്ക് പോകണം, എനിക്ക് ആ മരത്തിന്റെ അടുത്തേക്ക് പോകണം, അതിന്റെ തണലിൽ വിശ്രമിക്കണം, അവിടെ നിന്ന് വെള്ളം കുടിക്കണം. അപ്പൊ അള്ളാഹു ചോദിക്കും, യബ്ന ആദം അലം തുആഹിദിനി അല്ലാ തസ്അലനി ഗൈറഹ, നീ എനിക്ക് വാക്ക് തന്നിട്ടില്ലേ ഇനി വേറൊന്നും ചോദിക്കൂലാന്ന്? ആ മരത്തിന്റെ തണലിലെത്തിയാൽ ഇനി അടുത്ത മരത്തെ പറ്റിയിട്ടും അടുത്ത ആഗ്രഹവും പറയില്ലാന്ന് നീ എനിക്ക് വാക്ക് തന്നിട്ടില്ലേ, പിന്നെ എന്താണ് വീണ്ടും ചോദിക്കുന്നത്? അപ്പൊ ഈ മനുഷ്യൻ പറയും, അള്ളാഹു ഇനി ചോദിക്കൂല, ഇത് ലാസ്റ്റ് ചോദ്യമാണ്. ആ മനുഷ്യന്റെ അക്ഷമയും അയാളുടെ അസ്വസ്ഥതയും കണ്ട് അള്ളാഹു ആ മനുഷ്യനെ ആ രണ്ടാമത്തെ മരത്തിന്റെ തണലിലേക്ക് കൊണ്ടുപോകുന്നാൻ. അയാൾ അവിടെ ഇരിക്കും, വിശ്രമിക്കും, അവിടുന്ന് വെള്ളം കുടിക്കും. അപ്പോഴാണ് അടുത്ത മരം കാണുന്നത്. കഴിഞ്ഞ രണ്ട് മരങ്ങളെക്കാളും ഭംഗിയുള്ള, അതിനേക്കാളും മനോഹരമായ മൂന്നാമത്തൊരു മരം. അത് സ്വർഗത്തിന്റെ വാതിലിനടുത്താൻ. ഈ മനുഷ്യൻ സ്വർഗത്തിൽ എത്തിയിട്ടില്ല. ആ മരം കാണുമ്പോൾ ഇയാൾക്ക് വീണ്ടും ആഗ്രഹമാണ്. മനുഷ്യന്മാരങ്ങനെയാണല്ലോ. അള്ളാഹുവിനോട് പറയും, അള്ളാഹു, എനിക്ക് അടുത്ത മരത്തിന്റെ അരികിലേക്ക് പോകണം. അപ്പൊ അള്ളാഹു ചോദിക്കും, അലം തുആഹിദിനി അല്ലാ തസ്അലനി ഗൈറഹ, വേറൊന്നും ചോദിക്കൂല എന്ന് നീ എന്നോട് പറഞ്ഞിട്ടില്ലേ, വാക്ക് പറഞ്ഞിട്ടില്ലേ, എന്താണ് ഇങ്ങനെ മാറ്റി പറയുന്നത്? അപ്പൊ ഈ മനുഷ്യൻ പറയും, അള്ളാഹു, ഇനി ഞാൻ ചോദിക്കൂല, ലാസ്റ്റ് ചോദ്യമാണ്. റഹ്മാനായ റബ്ബ മനുഷ്യനെ മൂന്നാമത്തെ മരത്തിന്റെ അരികിലേക്കും കൊണ്ടുപോകും. അവിടുന്ന് ആ മനുഷ്യൻ സ്വർഗക്കാരുടെ സംസാരം കേൾക്കും.
ആ മനുഷ്യൻ പറയും, അല്ലാഹുമ്മ അദ്ഖിൽനിൽ ജന്ന, അല്ലാഹുവേ നീ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം, അല്ലാഹുവേ എനിക്ക് നിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കണം. അപ്പൊ അള്ളാഹു ആ മനുഷ്യനോട് തിരിച്ചു വയ്ക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനം കയറി വരുന്ന മനുഷ്യനാണ്. സിറാത്ത് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്ന മനുഷ്യനാണ്. ആ മനുഷ്യനോട് അള്ളാഹു ചോദിക്കുകയാണ്, അയുർദീക അൻ ഉഅ്തിയക ദുനിയ വമിസ്ലഹ മഅഹ, ദുനിയാവും അതിലുപോലുള്ളതും തന്നാൽ നിനക്ക് തൃപ്തിയാവോ, നിനക്ക് മതിയാകുമോ? അപ്പൊ ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, ഐ റബ്ബ് അതസ്തഹ്സിഉ മിന്നി വഅൻത റബ്ബുൽ ആലമീൻ, അല്ലാഹു നീ എന്നെ കളിയാക്കുകയാണോ, നീ എന്നെ പരിഹസിക്കുകയാണോ? റബ്ബുൽ ആലമീനായ അല്ലാഹുവേ നീ എന്നെ പരിഹസിക്കുകയാണോ? അപ്പൊ അള്ളാഹു പറയും, ഞാൻ നിന്നെ പരിഹസിക്കല്ല, ഞാൻ എന്താണോ വിചാരിക്കുന്നത് അതെനിക്ക് കഴിയും. അങ്ങനെ ആ മനുഷ്യനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നാൻ. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ പറയാണ്, ഫമാ ഉഅ്തിയ അഹദും മിസ്ല മാ ഉഅ്തീതു, ഈ സ്വർഗത്തിൽ എനിക്ക് നൽകപ്പെട്ടതുപോലെ വേറെ ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല. ഈ സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖങ്ങളും അനുഭവങ്ങളും അനുഭൂതികളും ആസ്വദിക്കുന്നത് ഞാനാണ്. സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പദവിയിലുള്ള മനുഷ്യന്റെ വാക്കാണത്. സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പദവിയിൽ ഇരിക്കുന്ന മനുഷ്യന് തോന്നുന്നത്, ഈ സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖങ്ങളും അനുഭൂതികളും എനിക്കാണ് കിട്ടിയത് എന്നാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ, എന്തായിരിക്കും അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടാവുക? എല്ലാ ബാങ്കിന്റെ സമയത്തും നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ, നബിക്ക് വസീല വേണം, നബിക്ക് ഫദീല വേണം എന്ന് പറഞ്ഞിട്ട്. എന്താ വസീല എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഒരേ ഒരു അടിമക്ക് മാത്രം അള്ളാഹു കൊടുക്കുന്ന സ്ഥാനമാണത്. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. എന്താ ഫദീല എന്ന് പറഞ്ഞാൽ? ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്കും കിട്ടുന്നതിനേക്കാളും അധികം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുക്കും. അപ്പൊ പ്രിയപ്പെട്ടവർ, ആ സ്വർഗവും നരകവും ശരിക്കും നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങണം. ഇറങ്ങിയാൽ മാറും, ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല ദുനിയാവിന്റെ വലുപ്പം എന്താണ്, ആഖിറത്തിന്റെ വലുപ്പം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. മദീനയിൽ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും ഒന്നിച്ചിരിക്കുമ്പോൾ നബി ഒരു ശബ്ദം കേട്ടു, സഹാബിമാർ ശബ്ദം കേട്ടു. എന്താണ് ആ ശബ്ദം? 70 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്ന് താഴേക്കിട്ട കല്ല് നിലത്തു പതിച്ച ശബ്ദമാണത്. സുബ്ഹാനല്ലാഹ്, ആ നരകത്തിന്റെ ആഴം എത്രയാണ്! നമ്മുടെ വീട്ടിലെ മുറ്റത്തുള്ള കിണറ്റിൽ ചെന്നിട്ട് ഒരു കല്ലെടുത്തിട്ട് കിണറ്റിലേക്ക് ഇടുക, എത്ര സെക്കൻഡുകൾ കൊണ്ട് ആ കല്ല് വെള്ളത്തിൽ പതിക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. 1 മിനിറ്റ് എടുത്തു എന്നല്ല നബി പറഞ്ഞത്, 1 മണിക്കൂർ എടുത്തു എന്നല്ല പറഞ്ഞത്, 1 ദിവസം എടുത്തു എന്നല്ല പറഞ്ഞത്, ഒരാഴ്ച എടുത്തു, 1 മാസം എടുത്തു, 1 വർഷം എടുത്തു എന്നല്ല പറഞ്ഞത്. 10 വർഷങ്ങളല്ല, 70 വർഷങ്ങൾ, 7 പതിറ്റാണ്ട് കാലം നരകത്തിന്റെ മുകളിൽ നിന്ന് താഴേക്കിട്ട കല്ല് നിലത്തു പതിക്കാൻ സമയമെടുത്തിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവർ, ആ നരകത്തിന്റെ ആഴം എത്രയാണ്! ദുനിയാവിലെ തീയിനേക്കാളും 69 ഇരട്ടി ചൂടുണ്ട് നരകത്തിന്റെ തീയെന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. അത് നരകം എന്ന് പറഞ്ഞാൽ ശരിക്ക് അനുഭവിക്കാൻ വേണ്ടി അള്ളാഹു ഒരുക്കിയതാണ്. അള്ളാഹു അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്, അതുപോലെ അങ്ങേയറ്റം കഠിനമായിട്ട് ശിക്ഷിക്കുന്നവനുമാണ്. ചില മനുഷ്യന്മാർ പറയും, അള്ളാഹുവിന്റെ റഹ്മത്തിനെ പറ്റി മാത്രങ്ങൾ പറഞ്ഞാൽ മതി, അള്ളാഹുവിന്റെ സ്നേഹത്തെ പറ്റി പറഞ്ഞാൽ മതി, അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റി പറഞ്ഞാൽ മതി എന്ന്. അല്ല, അള്ളാഹുവിന്റെ റഹ്മത്തിനെ പറ്റിയിട്ടും പറയണം, അള്ളാഹുവിന്റെ ശിക്ഷയെ പറ്റിയിട്ടും പറയണം. ഖുർആൻ രണ്ടും പറഞ്ഞിട്ടുണ്ട്. നബിമാരെ അള്ളാഹു അയച്ചിട്ടുള്ള ബഷീറൻ വ നദീറ, സന്തോഷ വാർത്ത അറിയിക്കുന്നവർ മാത്രമായിട്ടല്ല, താക്കീത് നൽകുന്നവർ കൂടിയായിട്ടാണ്. കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. ഓരോ തവണയും ആ മനുഷ്യന്റെ തൊലി അത് കരിഞ്ഞ് ശരീരത്തിൽ നടന്നു പോകുമ്പോൾ അള്ളാഹു പുതിയ തൊലി കൊടുക്കുകയാണ്. എന്തിനാണ്? ആ ശിക്ഷ അനുഭവിക്കാനാണ്. ഞാൻ എപ്പോഴും ഈ ആയത്ത് ഓതുമ്പോഴും കേൾക്കുമ്പോഴും ആലോചിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പൊ കണ്ണൂര് കുറച്ച് മുമ്പ് ഒരു കാറ് കത്തിയിട്ട് ദമ്പതിമാര് അതിൻ്റെ ഉള്ളിൽ കിടന്ന് മരിച്ചൊരു സംഭവം നമ്മളൊക്കെ വായിച്ചതാണല്ലോ. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, ആ സമയത്ത് അവരനുഭവിച്ചൊരു വേദനയും അവരുടെ ഒരു മാനസികാവസ്ഥ ഉണ്ടാവുമല്ലോ. എന്നാൽ അവർ മരിക്കുന്നതോടുകൂടി പിന്നെ അവർക്ക് ഈ ദുനിയാവിന്റെ മുകളിൽ എന്തില്ല? ശിക്ഷയില്ല, വേദനയില്ല.
ഇതിന് കൂടെ സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, നമ്മുടെ പ്രോഗ്രാമിന് സാമ്പത്തികമായിട്ടുള്ള ചിലവ് ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അതിൻ്റെ കളക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംഘാടകർ നിങ്ങളുടെ അടുക്കൽ വരും. അപ്പോൾ നമ്മുടെ ഒരു വിഹിതം നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. നേരത്തെ യാസിർ അൽ ഹിക്കമി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ സൂചിപ്പിച്ചല്ലോ, ഓരോ പ്രോഗ്രാമുകൾ നടന്ന് കഴിയുമ്പോഴും ഒരുപാട് ആളുകൾക്ക് ദീനിൻ്റെ വെളിച്ചം കിട്ടുമ്പോഴും നമ്മൾ അതിൽ എന്ത് പങ്കാണ് വഹിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ ഒരു ഓഹരി നമ്മൾ ഉറപ്പുവരുത്തുക. അപ്പോൾ ഇവിടെ ശരിക്ക് ഈ മനുഷ്യന്മാർ ആ കാറിൽ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ശിക്ഷയില്ല, വേദനയില്ല. പക്ഷെ നരകം അങ്ങനെയല്ലല്ലോ. അവരവിടെ മരിക്കുന്നുമില്ല, ജീവിക്കുന്നില്ല. മരിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, അതോടുകൂടി ആ ശിക്ഷ തീർന്നു എന്ന് വിചാരിക്കുക. മരിക്കുന്നുണ്ടോ? മരിക്കുന്നില്ല. എന്നാൽ അവർക്കവിടെ ജീവിതമുണ്ടോ? ജീവിതവുമില്ല. ഒരു ചെറിയ ആശ്വാസമില്ലാതെ, ഒരു ചെറിയ സമാധാനമില്ലാതെ എന്ത് ജീവിതമാണ് പ്രിയപ്പെട്ടവരെ? ജീവിതവുമില്ല, മരണവുമില്ല എന്നാണ് നരകത്തെ പറ്റിയിട്ട് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ദുനിയാവിൻ്റെ ചെറിയ ചെറിയ നഷ്ടങ്ങൾ അത് പരിഗണിച്ചുകൊണ്ട് ആഖിറത്ത് നമ്മൾ ഒരിക്കലും മറന്നുപോകാൻ പാടില്ല. നാളെ നരകത്തെ കൊണ്ടുവരുന്ന ഭീകരമായൊരു രംഗം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. യുക്താ ബി ജഹന്നം യൗമഇദിൻ ലഹാ 70000 സിമാം മഅ കുല്ലി സിമാമിൻ 70000 മലക്കിൻ യജറുനഹാ. സുബ്ഹാനല്ലാഹ്. 70000 ചങ്ങലകളിലായിട്ടാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ നരകത്തെ വലിച്ചു കൊണ്ടുവരിക. ഓരോ ചങ്ങലയിലും 70000 മലക്കുകൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. 70000 ചങ്ങലകൾ ഉണ്ടാകും. ഓരോ ചങ്ങലയിലും 70000 മലക്കുകൾ ഉണ്ടാകും. ആ നരകം എന്താണ്? ഇതൊക്കെ ശരിക്കും ബോധ്യപ്പെടുമ്പോഴാണ് ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ കുറേ മനുഷ്യന്മാരെ നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാഇന്റെ രാത്രി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കാൻ ബൈത്തുൽ മഖ്ദസിലേക്കുള്ള വഴിയിലാണ്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ല സുഗന്ധം അനുഭവപ്പെട്ടു. നബി കൂടെയുള്ള ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിച്ചു, മാ ഹാദിഹി റായിഹത്തു ത്വയ്യിബ. ജിബ്രീൽ, എന്താണ് ഈ സുഗന്ധം? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മറുപടി, ഇത് ഫിർഔനിന്റെ മകളുടെ മുടി ചീകിക്കൊടുത്തിരുന്ന പരിചാരിക, അവരുടെയും അവരുടെ മക്കളുടെയും സുഗന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരുടെ കഥ അറിയാൻ ആവേശമായി, ആകാംക്ഷയായി. വമാ ശഅനുഹ. ജിബ്രീൽ, എന്താണ് അവരുടെ കാര്യം? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, മാഷിത്ത, ഫിർഔനിന്റെ മകളുടെ മുടി ചീകിക്കൊടുക്കുന്ന പെണ്ണ് ഒരു ദിവസം മുടി ചീകിക്കൊടുക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ചീർപ്പ് താഴെ വീണു. അപ്പൊ ആ ചീർപ്പ് എടുക്കുമ്പോ ബിസ്മില്ലാ എന്ന് പറഞ്ഞു. അപ്പൊ ഫിർഔന്റെ മകൾ ചോദിച്ചു, അബി, എന്റെ ഉപ്പാനെ പറ്റിയിട്ടാണോ നിങ്ങൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞത്? അല്ലാ എന്ന് നിങ്ങൾ പറഞ്ഞത് ഫിർഔനെ പറ്റിയിട്ടാണോ, എന്റെ വാപ്പാനെ പറ്റിയിട്ടാണോ? അപ്പൊ മാഷിദ് പറഞ്ഞു, നിന്റെ വാപ്പാനെ പറ്റിയിട്ടല്ല, എന്റെ റബ്ബും നിന്റെ ഉപ്പയുടെ റബ്ബുമായ അള്ളാഹുവിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ വിവരം ഞാൻ വാപ്പാനോട് പറയും, ഫിറൗനെ ഈ വിവരം അറിയിക്കും. നീ അറിയിച്ചോ? ഫിറൗനെ വിവരം അറിയിച്ചു. ഫിറൗൻ വിളിച്ചു വരുത്തി മാഷിത്തയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ അല്ലാത്തൊരു റബ്ബ് നിനക്കുണ്ടോ? അതെ, നീ അല്ലാത്തൊരു റബ്ബ് എനിക്കുണ്ട്. നീ അല്ല എന്റെ റബ്ബ്, നിന്റെയും എന്റെയും റബ്ബ് അള്ളാഹുവാൻ. അവിടെ ഫിറൗൻ ശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിക്കുകയാണ്. ശിക്ഷ എന്താണെന്നറിയോ? വലിയൊരു ചെമ്പ് കൊണ്ടുവന്നു. ആ ചെമ്പ് ചൂടാക്കി. മാഷിത്തക്ക് ചെറിയ മക്കളുണ്ട്. ഈ മക്കളെയും മാഷിത്തയെയും ആ ചെമ്പിലേക്കിട്ട് കൊന്നുകളയാനാണ് ഫിറൗന്റെ കൽപ്പന. ഓരോ കുഞ്ഞിനെയും മാഷിത്തയുടെ മുമ്പിൽ വെച്ച് ഫിറൗൻ കൊന്നുകളയുന്നുണ്ട്. അവിടെ മാഷിത്ത അവസാനമായിട്ട് ഒരു ആഗ്രഹം പറയുന്നുണ്ട്, എന്റെയും എൻ്റെ മക്കളുടെയും എല്ലുകൾ ഒരു തുണിയിലാക്കിയിട്ട് വേണം നിങ്ങൾ മറമാടാൻ. ആ അവസാനത്തെ ആഗ്രഹം ഫിറൗൻ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രിയപ്പെട്ടവർ, അവസാനം മുലകുടി പ്രായത്തിലുള്ള കുഞ്ഞിൻ്റെ അവസരമെത്തി. മാഷിത്തയുടെ മനസ്സ് നീറുകയാണ്. ആ സമയത്ത് ആ കുഞ്ഞ് സംസാരിച്ചു. ആ കുഞ്ഞു പറഞ്ഞു, ഇന്ന അദാബദ് ദുനിയ അഹ്വനു മിൻ അദാബിൽ ആഖിറ. ഉമ്മ, ഈ ശിക്ഷ നിങ്ങൾ ഏറ്റുവാങ്ങിക്കൊള്ളുക. ആഖിറത്തിലെ ശിക്ഷ ദുനിയാവിലെ ശിക്ഷയെക്കാളും എത്രയോ കടുപ്പമേറിയതാണ്. അങ്ങനെ മാഷിത്തയെയും ആ ചെറിയ കുഞ്ഞിനെയും അടക്കം ഫിറഔൻ കൊന്നുകളയുന്നത്
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് ഇമാം അഹ്മദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുസ്നദിലും ഇമാം ഹാക്കിം റഹിമുള്ളയും ഇബ്നു ഹിബ്ബാൻ റഹിമുള്ളയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ദുനിയാവിൻ്റെ വലുപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ, ആഖിറത്തിൻ്റെ വലുപ്പം നമുക്ക് ശരിക്ക് തിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഏത് പ്രതിസന്ധിയിലും ദീൻ മുറുകെ പിടിക്കാൻ നമുക്ക് പറ്റും. ഉമൈർ ബിൻ ഹുമാമ റളിയല്ലാഹു അൻഹു കാരക്ക തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നബി ബദറിലേക്ക് വിളിക്കുന്നത്. ആ കാരക്ക ചീളുകൾ വലിച്ചെറിഞ്ഞിട്ട് പറയാണ്, ഇന്നഹാല ഹയാത്തുൻ ത്വവീല, ഈ കാരക്ക തിന്നാൻ കാത്തുനിന്നാൽ അത് സുദീർഘമായൊരു കാലാണെന്ന്. ഒരു കാരക്ക തിന്നാൻ എത്ര സമയം വേണ്ടി വരും? ആ സമയം ഞാൻ കാത്തു നിൽക്കുകയാണെങ്കിൽ അത് സുദീർഘമായൊരു കാലമാണ്. അത്ര കാത്തു നിൽക്കാൻ, അത്ര വെയിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റൂല. എനിക്ക് പെട്ടെന്ന് സ്വർഗത്തിൽ എത്തണം എന്നാണ് ഉമൈർ ബിൻ ഹുമാം റളിയല്ലാഹു അൻഹു പറയുന്നത്. പ്രിയപ്പെട്ടവർ, അവർ കണ്ട സ്വർഗവും നമ്മൾ കണ്ട സ്വർഗവും നല്ല മാറ്റമുണ്ട്. അവർ കണ്ട സ്വർഗത്തിന് നല്ല നിറമുണ്ടായിരുന്നു. നമ്മളൊരു മങ്ങിയ സ്വർഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് മാറണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ഒരു സംഗതി കൂടി ഞാൻ ഓർമ്മപ്പെടുത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ സല്ലാ ലില്ലാഹി 40 യൗമൻ ഫി ജമാഅത്തിൻ, ആരെങ്കിലും 40 ദിവസം ജമാഅത്തായി കൊണ്ട് നിസ്കരിച്ചു, യുദ്രികു തക്ബീറത്തൽ ഊല, ഇമാമിന്റെ കൂടെ ഒന്നാമത്തെ തക്ബീറിൽ അവൻ പള്ളിയിൽ ഉണ്ടായിരുന്നു, ജമാഅത്തിൽ ഉണ്ടായിരുന്നു, കുതിബത് ലഹു ബറാഅത്താൻ, അവൻക്ക് 2 കാര്യങ്ങളിൽ നിന്നുള്ള മോചനം അല്ലാഹു നൽകുന്നാൻ. ഒന്ന് ബറാഅത്തു മിനൻ നിഫാഖ്, നിഫാഖിൽ നിന്നുള്ള മോചനമാണ്. 2 ബറാഅത്തു മിനൻ നാർ, നരകത്തിൽ നിന്നുള്ള മോചനമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ? നമുക്കൊന്ന് പരിശ്രമിച്ചൂടെ? 40 ദിവസം ഒരാൾ ഇമാമിന്റെ കൂടെ ഒന്നാമത്തെ തക്ബീറോടുകൂടി നിസ്കരിക്കുകയാണെങ്കിൽ നരകത്തിൽ നിന്നും, നിഫാഖിൽ നിന്നും, കാപട്യത്തിൽ നിന്നും അള്ളാഹു ആ മനുഷ്യനെ മോചിപ്പിക്കുന്നാൻ. അത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, സഹോദരിമാരോട്, സഹപ്രവർത്തകരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇന്ന് വൈകുന്നേരം 4:30 മുതൽ ഈ സമയം വരെ നമ്മൾ ഇബാദത്തിലായിരുന്നു. ശരിക്കും ദീന് കേൾക്കുക, ദീന് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇബാദത്താണ് എന്ന് ചിന്തിക്കുന്ന എത്ര ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും? ഇപ്പൊ ഈ ഒരു 4-5 മണിക്കൂർ നിന്നുകൊണ്ട് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ അതെന്തോ വലിയ സംഭവമായിട്ട് നമുക്ക് തോന്നുന്നില്ലേ? അതിനേക്കാളും വലിയ സംഭവമാണ് നമ്മളിപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആലയുടെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ഉസ്താദ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആല അതിഥിയായിട്ട് വരുന്നുണ്ട്, വിരുന്നുകാരനായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആലയെ പറ്റിയിട്ട് ഇമാം അഹ്മദ് റഹിമഹുല്ലാ വലിയ സംഭവമാക്കി അവതരിപ്പിച്ചിട്ടുണ്ട് വീട്ടിൽ. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആല വന്നു, ഇമാം അഹ്മദിന്റെ വീട്ടുകാർ വിരുന്നൊരുക്കി. ഇമാം ഷാഫിക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്ത ഭക്ഷണം ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആല വയറ് നിറച്ച് കഴിച്ചു. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആല അന്ന് രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ല. ഇത് ഇമാം അഹ്മദിന്റെ വീട്ടുകാർ ശ്രദ്ധിക്കാൻ. ഫജ്ർ ബാങ്ക് കൊടുത്തു, വുളൂ ചെയ്യാതെ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആല ഫജ്ർ നിസ്കരിച്ചു. അടുത്ത ദിവസം നേരം പുലർന്നപ്പോൾ ഇമാം അഹ്മദിന്റെ വീട്ടുകാർ ഇമാം അഹ്മദിനോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞല്ലോ വലിയ ഉസ്താദാണ്, വലിയ സംഭവമാണ്, നിങ്ങളെ ഉസ്താദ് ഇന്നലെ രാത്രി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു മര്യാദ ആണല്ലോ 3-1 കഴിക്കുക എന്നുള്ളത്. അപ്പൊ അത് ശരിയായില്ല. ഇമാം ഷാഫിയെ പോലെയുള്ള ഒരാൾ ഇന്നലെ തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ല, രാത്രി നിസ്കാരം നിർവഹിച്ചിട്ടില്ല, അത് മോശമല്ലേ? പോരാത്തതിന് ഫജ്ർ നിസ്കാരത്തിന് വുളൂ ചെയ്യാതെയാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആല നിസ്കരിച്ചത്. അപ്പൊ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉസ്താദിന്റെ അടുത്ത് വന്നു, ഉസ്താദെ ഇങ്ങനെയൊക്കെ വീട്ടുകാർ പറയുന്നുണ്ട്, ഒരു പരാതി പറയുന്നുണ്ട്, എന്താണ് ഞാൻ അവരോട് പറയേണ്ടത്? അപ്പൊ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആല പറയാണ്, ഇവിടെ ഈ നാട്ടിൽ ഇമാം അഹ്മദിന്റെ വീട്ടിൽ കിട്ടുന്നതിനേക്കാളും ഹലാലായ ഒരു ഭക്ഷണം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഹലാലായ ഭക്ഷണം കിട്ടിയ സന്തോഷത്തിൽ ഞാൻ വയറ് നിറച്ച് കഴിച്ചതാണ്. ഇടക്കൊക്കെ അങ്ങനെ വയറ് നിറച്ച് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒപ്പം കൂട്ടിയിട്ട് അദ്ദേഹത്തിന് പാല് കൊടുക്കുന്ന ഒരു സംഭവം ചരിത്രത്തിലുണ്ട്. വയറ് നിറച്ച് അബൂ ഹുറൈറ കുടിച്ചു എന്നാണ്. ആ സംഭവമാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആല തെളിവായിട്ട് പറയുന്നത്. ഇനി രണ്ടാമത്തൊരു പ്രശ്നം, ഞാൻ തഹജ്ജുദിന് നീച്ചിട്ടില്ല എന്നല്ലേ, ഞാൻ തഹജ്ജുദ് നിർവഹിച്ചിട്ടില്ല എന്നല്ലേ പരാതി. ഞാനൊരു മസ്അല പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
തഹജ്ജുദ് നിസ്കരിക്കുന്നതിനേക്കാളും സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠതയുള്ള കാര്യമാണ് അറിവ് പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി ഞാൻ തഹജ്ജുദ് നിസ്കരിക്കാതിരുന്നത്. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഫജ്ർ നിസ്കാരത്തിന് വുളു ചെയ്യാതെ നിസ്കരിച്ചു എന്നല്ലേ പരാതി. ഞാൻ ഉറങ്ങിയിട്ടില്ല, എൻ്റെ വുളു നഷ്ടപ്പെട്ടിട്ടില്ല, പിന്നെ ഞാൻ എന്തിനാണ് വുളു എടുക്കുന്നത് എന്നാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹു തആല ചോദിക്കുന്നത്. ഇവിടെ നമ്മുടെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇമാം അഹ്മദിനോട് ഇമാം ഷാഫി റഹിമഹുല്ലാഹു തആല പറഞ്ഞ വാക്കുണ്ടല്ലോ, സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠതയുള്ള കാര്യമാണ് അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ട്. കേസ് തന്നെ ഒരുപാട് അവസരങ്ങൾ ഒരുക്കി തരുന്ന വിവരം മുൻകഴിഞ്ഞ സംസാരങ്ങളൊക്കെ നിങ്ങൾ കേട്ടു. അതൊക്കെ നമുക്ക് പഠിക്കാനും നമ്മൾ കൂടുതൽ അറിയാനുള്ള മാർഗങ്ങളാണ്. ഫിത്നയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് ഇൽമ് വേണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് കുറച്ച് ടീം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച ഉടനെ ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല, സക്കാത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള അവകാശമായിരുന്നു, മുഹമ്മദ് നബിയുടെ കാലം കഴിഞ്ഞു, ഇനി ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല. ആ ടീമിനോടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം പ്രഖ്യാപിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിങ്ങൾ കൊടുത്തത് ഒരു കയറിന്റെ കഷ്ണമാണെങ്കിൽ ആ കയറിന്റെ കഷ്ണം അബൂബക്കറിനും വേണം. അന്ന് സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞ് തെറ്റിപ്പോയ ടീം ആരാന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മദീന പള്ളിയിൽ നിന്ന് ദീൻ ആഴത്തിൽ പഠിച്ചവരല്ല. അവർ പുതിയതായിട്ട് ഇസ്ലാമിലേക്ക് വന്നവരാണ്, പുതു മുസ്ലിങ്ങളാണ്, അവർക്ക് ദീൻ അറിയില്ല. അപ്പൊ ഫിത്നകളിൽ പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ ദീൻ അറിയണം. ബോധപൂർവം പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ പരിചയത്തിലുള്ള ഒരു സുഹൃത്ത് വിളിച്ചു. അദ്ദേഹം കുറച്ച് പ്രായമുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചത്, ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രാർത്ഥന, അത് ഏത് സൂറത്തിലാണെന്ന് നിങ്ങൾ പറഞ്ഞു തരുമെന്നാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആയത്ത് നമ്പർ ഒന്നും പറയണ്ട, ഏത് സൂറത്തിലാണെന്ന് പറഞ്ഞാൽ മതി എന്നാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, അത് സൂറത്ത് ഇബ്രാഹിമിലെ 35-ാമത്തെ ആയത്താണ്, വജുനുബിനി വബനിയ അൻ അഅ്ബുദൽ അസ്നാം. അപ്പൊ ഉടനെ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാല്, നിങ്ങൾ ആയത്ത് നമ്പർ പറയേണ്ടിയിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സൂറത്ത് ഇബ്രാഹിമിലാണെന്ന് അറിഞ്ഞാൽ ആ ആയത്ത് കിട്ടുന്നത് വരെ ഞാൻ ആ സൂറത്ത് ഇങ്ങനെ ഓതിയിട്ട് അതിന്റെ അർത്ഥം വെച്ചിട്ട് നോക്കോലോ, അതുകൊണ്ട് നിങ്ങൾ ആയത്ത് നമ്പർ പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ആ 35-ാമത്തെ ആയത്ത് മാത്രമേ നോക്കുള്ളൂ എന്നാണ്. ആ ഒരു മനസ്സ് നോക്കി നിങ്ങൾ ബോധപൂർവം പഠിക്കാനുള്ള ഒരു ശ്രമം, പ്രിയപ്പെട്ടവർ, അത് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. പഠിച്ചാൽ മാത്രം പോരാ, ഈ പഠിച്ച കാര്യങ്ങൾ അത് ബാക്കിയുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ കൂടി നമ്മൾ പരിശ്രമിക്കുക. മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹു തആലയുടെ വീട്ടിലേക്ക് ഒരു കള്ളം വന്നു. രാത്രി മോഷ്ടിക്കാൻ കയറിയതാണ്. മാലിക് ഇബ്നു ദീനാറിന്റെ വീട് മുഴുവൻ സെർച്ച് ചെയ്തു, ഒന്നും കിട്ടിയില്ല, കൊണ്ടുപോകാൻ ഒന്നും കിട്ടിയില്ല. മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാ ഇതൊക്കെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം നിരാശനായി നിൽക്കുന്ന കള്ളനോട് മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാ ചോദിക്കാണ്, ദുനിയാവിന്റെ ഒന്നും കിട്ടിയില്ല അല്ലേ? ദുനിയാവിന്റെ ഒന്നും കൊണ്ടുപോകാൻ കിട്ടിയില്ല അല്ലേ? ആഖിറത്തിന്റെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണം എന്നാ പോയിട്ട് വുളു ചെയ്തു 2 റക്അത്ത് നിസ്കരിക്കൂ. ആ മനുഷ്യൻ പോയി വുളു ചെയ്തു 2 റക്അത്ത് നിസ്കരിച്ചു. ഫജ്റിന് സമയമായി. ആ മനുഷ്യനെയും കൂട്ടി ഇമാം മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാ അദ്ദേഹം പള്ളിയിലേക്ക് പോയി. മാലിക് ഇബ്നു ദീനാർ പറയുന്നുണ്ട്, ജാഅ ലിയസ്രിഖ, ഞങ്ങളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും മോഷ്ടിക്കാനാണ് ആ മനുഷ്യൻ വന്നത്. ഫസറഖ്നാഹു, ഞങ്ങൾ ആ മനുഷ്യനെ മോഷ്ടിച്ചു എന്നാണ്. അവരുടെ മനസ്സതായിരുന്നു, എങ്ങനെ ഒരു കള്ളനെ മാറ്റിയെടുക്കാൻ പറ്റും, അയാളുടെ മനസ്സ് മാറ്റാൻ പറ്റുമോ, അയാൾക്ക് ദീനിന്റെ വെളിച്ചം നൽകാൻ പറ്റുമോ എന്ന് അവർ ആലോചിച്ചു, അവർ ചിന്തിച്ചു. നമ്മുടെ മുൻഗാമികളെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കുക. ദീനിന് വേണ്ടി വിയർപ്പൊഴുക്കിയവരാണവർ, ത്യാഗങ്ങൾ സഹിച്ചവരാണവർ. കേരളത്തിന്റെ ഒരു തെക്കൻ ഭാഗത്ത് പ്രഭാഷണം കഴിഞ്ഞു ഉമർ മൗലവി റഹിമഹുല്ലാഹു തആല തിരിച്ചു പോരുകയാണ്. KSRTC ബസ്സിലാണ് യാത്ര. സംഘാടകർ യാത്രാ ചെലവിനൊന്നും കൊടുത്തിട്ടില്ല. ഉമർ മൗലവി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ തപ്പി നോക്കി, കുറച്ച് നാണയത്തുട്ടുകൾ കിട്ടി. ആ നാണയത്തുട്ടുകൾ കണ്ടക്ടർക്ക് നേരെ നീട്ടിയിട്ട് പറഞ്ഞു, ഈ നാണയത്തുട്ടുകൾ കൊണ്ട് എവിടെ എത്താൻ പറ്റുമോ അവിടെ നിങ്ങൾ എന്നെ ഇറക്കി വിടുക. അതായിരുന്നു നമ്മുടെ മുൻഗാമികളുടെ ദഅവത്ത് എന്ന് പറഞ്ഞാൽ. തിരൂരങ്ങാടിയിൽ നിന്ന് പരപ്പനങ്ങാടിയിലേക്കും പരപ്പനങ്ങാടിയിൽ നിന്ന് തിരൂരങ്ങാടിയിലേക്കും പാതിരാത്രി കുതിരവണ്ടിക്ക് കൊടുക്കാൻ 2 അണ കയ്യിലില്ലാത്തത് കൊണ്ട് ചൂട്ടും കത്തിച്ച് നടക്കുന്ന ഉമർ മൗലവി റഹിമഹുല്ലാഹു തആല ചരിത്രത്തിലുണ്ട്.
വീട്ടിൽ നിന്ന് ഫജ്ർ നിസ്കാരത്തിന് പള്ളിയിലേക്ക് ഇമാമ് നിൽക്കാൻ ഇറങ്ങിപ്പോകുമ്പോ പ്രിയപ്പെട്ടവർ കുപ്പായത്തിൽ പിടിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾ കാഫിറാണ് എന്ന് ഫത്വ പറഞ്ഞ ആളുകൾക്ക് ഇമാമ് നിൽക്കാനാണോ നിങ്ങൾ പോകുന്നത്? തൗഹീദ് പറഞ്ഞപ്പോൾ, ദീന് പറഞ്ഞപ്പോൾ ആളുകൾ അവരെ കാഫിർ എന്ന് മുദ്ര കുത്തി. ആ നാട്ടിലെ ജനങ്ങളെ വിളിച്ചുകൂട്ടി, ഉമർ ഇതാ വീണ്ടും മുസ്ലിം ആകുന്നു എന്ന് പറഞ്ഞ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുന്ന ഉമർ മൗലവി റഹിമഹുല്ലാഹു തആല ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായിരുന്നു മുൻഗാമികളുടെ ദഅവത്ത് എന്ന് പറഞ്ഞാൽ. പ്രിയപ്പെട്ടവരെ, ഈ ആദർശ കൂട്ടായ്മയുടെ കൂടെ ചേർന്ന് നിന്ന് അള്ളാഹുവിനെ അറിയാത്തവരോട് അള്ളാഹുവിനെ പറയാൻ, തൗഹീദിന്റെ മഹത്വം അറിയാത്തവരോട് തൗഹീദ് പറയാൻ, ശിർക്കിന്റെ അപകടവും ഗൗരവവും തിരിച്ചറിയാത്ത അജ്ഞരായ ജനതയോട് ശിർക്കിന്റെ അപകടങ്ങൾ തുറന്നു പറയാൻ, ലിബറലിസം എന്ന മാറാപ്പുകെട്ട് പാശ്ചാത്യന്മാർ കടിച്ചു തുപ്പിയ, ചവച്ചു തുപ്പിയ ആ പൊള്ളത്തരത്തിന്റെ അപകടങ്ങൾ തുറന്നു കാണിക്കാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഇത് ജിഹാദാണ്, ഖുർആൻ കൊണ്ടുള്ള ജിഹാദ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കൊണ്ടുള്ള ജിഹാദ്. 13 കൊല്ലം മക്കയിലും 10 കൊല്ലം മദീനയിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച ജിഹാദ്. മദീനയിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതനായി കൊണ്ട് മുസ്അബ് ഇബ്നു ഉമൈർ എന്ന ചെറുപ്പക്കാരൻ വന്ന് മദീനയിലെ ഓരോ വീട്ടിലും കയറി ഇറങ്ങി വാതിൽ മുട്ടി നിർവഹിച്ച ദഅവത്ത് എന്ന ജിഹാദ്. ആ ജിഹാദ് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുകയും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നതിനേക്കാളും നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? അതുകൊണ്ട് നമ്മുടെ ദൗത്യം, നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ കടമ, നമ്മുടെ ബാധ്യത നമ്മൾ നിർവഹിക്കുക. ഈ ദീനിന്റെ വെളിച്ചം ഇനിയും ആയിരങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, ഈ നാട്ടിൽ മുഴുവൻ ദീനിന്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക, നന്നായിട്ട് പണിയെടുക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുതിയതായി കൊണ്ടുവന്ന ഒരു ഖബറിന്റെ അരികിലൂടെ നടക്കുകയാണ്. നബിന്റെ കൂടെ സ്വഹാബിമാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റകഅതാനി അഹബ്ബു ഇലൈഹി മിൻ ബഖിയത്തി ദുനിയാകും. സ്വഹാബ, നിങ്ങൾക്ക് ബാക്കിയുള്ള ഈ ദുനിയാവില്ലേ, ആ ദുനിയാവിൽ ഈ മനുഷ്യൻ ഏറ്റവും പ്രിയപ്പെട്ടത് 2 റക്അത്ത് നിസ്കാരാണ്. നിങ്ങൾക്ക് ബാക്കിയുള്ള ദുനിയാവിൽ ഈ മനുഷ്യൻ ഏറ്റവും പ്രിയപ്പെട്ടത് 2 റക്അത്ത് നിസ്കാരമാണ്. പ്രിയപ്പെട്ടവരെ, നന്മകളുടെ വില നമ്മൾ അറിയും, നമ്മൾ ചെയ്ത സുഹൃതങ്ങളുടെ വില നമ്മൾ അറിയും. 2 റക്അത്ത് നിസ്കാരത്തിന്റെ വില എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. നമ്മൾ ഓതിയ ഖുർആനിന്റെ പേജുകളുടെ വില എന്താണ് എന്ന്, നമ്മൾ ചൊല്ലിയ തസ്ബീഹിന്റെയും തക്ബീറിന്റെയും വില എന്താണ് എന്ന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചിലവഴിച്ച 10 രൂപയുടെ മൂല്യം എന്തായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. എപ്പോന്നറിയോ? ഇനി തിരിച്ചു വരാൻ അവസരമില്ല എന്ന് നമുക്ക് ഉറപ്പാകുമ്പോൾ, നമ്മുടെ ഖബറിൽ കിടക്കുമ്പോൾ. അതുകൊണ്ട് മടക്കം നന്നാക്കുക. വലദത്ക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു യദ്ഹഖൂന ഹൗലക സുറൂറ. നീ ജനിച്ചു വീഴുന്ന സമയത്ത് മനുഷ്യ നിനക്ക് വാവിട്ട് കരയാൻ മാത്രമേ അറിയുമായിരുന്നുള്ളൂ. നിന്റെ ചുറ്റും കൂടി നിന്നവർ ചിരിച്ചു, അവർ സന്തോഷിച്ചു. അവരുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി വന്നിരിക്കുന്നു. ഫഅമൽ ലിനഫ്സിക അൻ തകൂന ഇദാ ബഖൗ ഫീ യൗമി മൗതിക ളാഹികം മസ്റൂറ. ഇനി നിന്റെ ചുറ്റും കൂടി നിൽക്കുന്നവർ കരയുന്ന ഒരു സമയമുണ്ട്. അത് നിന്റെ വേർപാടിന്റെ ദിവസമാണ്. അത് നിന്റെ ഉപ്പ കരയും, ഉമ്മ കരയും, പ്രിയപ്പെട്ടവൾ കരയും, കൂട്ടുകാർ വിതുമ്പും. അന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ നീ പണിയെടുത്തോ, നീ പരിശ്രമിച്ചോ എന്നാണ്. പ്രിയപ്പെട്ടവരെ, നന്മകളിൽ മുന്നേറുവാനും നന്നായിട്ട് പണിയെടുക്കാനും 100% ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ മുന്നോട്ട് പോകുവാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും അതിനനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ഈ ഒരു കൂടിയിരുത്തം അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.